അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ തോമസ്. ഇതെൻ്റെ ഭാര്യ റീനു. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ പുന്നവേലി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷത്തോളം ഒരു കുഞ്ഞിന് വേണ്ടി വളരെയേറെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിഷമിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഉടമ്പടിയെപ്പറ്റി അറിയാനും ഞങ്ങളുടെ ഒരു ആൻറ്റി വഴി ഉടമ്പടിയെപ്പറ്റി അറിയാനും ഇവിടെ വരാനും 24/1/2023 ഇവിടെ വന്ന് ഉടമ്പടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ഇടയായത്. അതിനുശേഷം ഏകദേശം 3 മാസത്തോളം കാലത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ പലവിധമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഹോസ്പിറ്റലുകളിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഉള്ള ഒരു പ്രതിവിധിയോ അല്ലെങ്കിൽ ഒരു പോംവഴിയോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഏകദേശം 3 മാസത്തിന് ശേഷം, അതായത് മെയ് 12-ാം തീയതി ഞാൻ ഹൈദരാബാദിലായിരുന്നു. അപ്പം ആ സമയത്ത് റീനു എന്നെ വിളിച്ച് പറയുകയുണ്ടായി, ചേട്ടാ ഞാനിപ്പം പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അപ്പം ഇത് പരിശുദ്ധ അമ്മയുടെ ഒരൊറ്റ പ്രവൃത്തി മൂലമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാര്യം ഈ കാലയളവിൽ റീനു ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള തൈലം വയറിൽ പുരട്ടുകയും അതുപോലെ തന്നെ തേൻ കഴിക്കുകയും ഉപ്പ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന പത്രം ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ കൊടുക്കും. പക്ഷേ പള്ളിയിൽ പോകുന്ന സമയത്ത് ആ പള്ളിയുടെ ബാക്ക് വശത്ത് വെച്ചിട്ട് ആൾക്കാരെടുക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പള്ളിക്കകത്ത് കയറി കുർബാന കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം കൊണ്ടുപോയ പത്രം ഹൈദരാബാദിൽ പള്ളിയിൽ ഞാൻ ഇതുപോലെ പുറത്തിങ്ങനെ ഒരു ചെയറിട്ടിട്ടുണ്ടായിരുന്നു. ആ ചെയറിൽ വെച്ചിട്ട് ഞാൻ പള്ളിക്കകത്ത് വന്ന് കുർബാനയ്ക്കായിട്ട് നിന്നു. അപ്പോൾ കുർബാനയുടെ ഇടയ്ക്കെല്ലാം എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ട്, നീ ചെയ്യുന്നത് ശരിയല്ല, ഈ പള്ളിയുടെ പുറകിൽ ഈ പത്രം കൊണ്ടുപോയി വെച്ചിട്ട് ആൾക്കാരെടുക്കട്ടെ എന്നുള്ളത് ശരിയല്ല. അപ്പം നമുക്കറിയാം, ഈ പത്രം കൊടുക്കുന്ന സമയത്തൊക്കെ പലരും നമ്മളെ പല പുച്ഛത്തോടെയും അതുപോലെ എന്നെയൊക്കെ നോക്കുകയും ചിലപ്പോൾ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കുർബാനയ്ക്ക് ശേഷം അവിടുന്ന് തിരിച്ചു പോയിട്ട് ഞാൻ നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ പത്രം എടുത്തിട്ടുള്ളൂ, ബാക്കി പത്രം എല്ലാം അവിടെ ബാലൻസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ആ പത്രം എടുത്ത് അതിന് ശേഷം പള്ളിയുടെ അവിടുന്ന് താഴേക്കൊരു സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് വന്നവർക്കെല്ലാം ഞാൻ ഈ പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ പത്രം ആ സമയത്ത് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ യുവജനങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള, അല്ലെ എൻ്റെ ഈ ഏജ് കാറ്റഗറിയിലേക്ക് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അത് ചെയ്തു. എന്താണെന്നറിയില്ല, ആ വിശുദ്ധ കുർബാന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈ പത്രം വിതരണം ചെയ്യാനുള്ള ഒരു ബലം എനിക്ക് തരണേയെന്ന്. അതിനുശേഷം ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ എൻ്റെ ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ മധുരം വിതരണം ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. അതായത് ആ സ്റ്റെപ്പിൽ നിന്ന് എനിക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നോ, ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് സന്തോഷവും തന്നു എന്നുള്ളതാണ്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് വളരെയേറെ വളരാനായിട്ട് സാധിച്ചു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേർതിരിക്കാനും ഒക്കെ പരിശുദ്ധ അമ്മയുടെ സഹായമുണ്ടായി. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഇടയ്ക്ക് സന്ദർശിക്കാനും അവിടെ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സൈനികനാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു യൂണിറ്റിലൊക്കെ നമ്മൾ കുറേ നമ്മുടെ ആ ഏജ് കാറ്റഗറിയിലുള്ളവരുടെ ഇടയ്ക്കൊക്കെ കൃപാസനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളെ പലരും പുച്ഛിച്ച് തള്ളാറുണ്ട്. ഞാനിങ്ങനെ കുഞ്ഞുണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്നോട് പറയുന്നത്, നിനക്ക് ട്രീറ്റ്മെൻറ്റ് IUI IVF ഒക്കെ ചെയ്യണം. പക്ഷേ എനിക്ക്, അതായത് സഭ
ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അത് ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പരിശുദ്ധ അമ്മ എനിക്ക് കുഞ്ഞിനെ തരും എന്നുള്ള ആ ഒരു വിശ്വാസം അത് എനിക്ക് അമ്മ സാധിച്ചു തരികയും ചെയ്തു. ഇതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പം നമ്മൾ ദൂര സ്ഥലത്തായിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ടോക്ക് കേൾക്കാനോ ഒന്നും പറ്റില്ല. അതിനായിട്ട് ഓൺലൈനായിട്ടാണ് യൂട്യൂബിൽ ഞാൻ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുകയും ചെയ്യാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20 തിരുവചനം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും, നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. യുവജനങ്ങൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആര് തന്നെ കൃപാസന പത്രം കൊടുത്താലും അത് അത്ര എളുപ്പമല്ല. എന്നാൽ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും കൃപാസന പത്രം ഓരോ വ്യക്തികളും ബോധ്യത്തോടെ പിന്നീട് കൊടുത്തു തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കഷ്ടതയുടെ കാലങ്ങളും ക്ലേശത്തിൻ്റെ കാലങ്ങളുമൊക്കെ നീങ്ങി സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് അവർക്ക് കടക്കാനാകുന്നത്. അവർ പിന്നീട് വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തി തങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കാനാകുന്നത്.